ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഈ തവണ പോയതാണ് മധുര മീനാക്ഷി ടെമ്പിൾ. ഇതൊരു ചെറിയ ഫാമിലി ട്രിപ്പ് കേട്ടോ. സോ നമ്മളങ്ങനെ കൊടകിൽ നിന്ന് ക്യാബ് ആക്കിയിട്ട് കേട്ടോ പോയത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ആക്കാറുണ്ട്, 1 ഇയർ 2 ഇയർ 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്, അങ്ങനെ കുറേ പ്ലാനൊക്കെ ആക്കിയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് എവിടേക്കും നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇൻസ്റ്റൻറ്റ് പ്ലാനാണ് ചെയ്തിട്ട് പോയത്. പെട്ടെന്ന് എല്ലാം ചെയ്തു, പെട്ടെന്ന് എല്ലാം റെഡിയായി. നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എല്ലാ സാധനമൊക്കെ വേണം. അപ്പോൾ അങ്ങനെ എല്ലാ സാധനവും ഒരുക്കി കൂട്ടി 2 ഡേയ്സിൻ്റെ പ്ലാനിലാണ് പോയത്. തമിഴ്നാട് ബോർഡർ എത്തി കേട്ടോ. നൈറ്റ് ടൈം ട്രാവൽ ആയിക്കൊണ്ട് ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തേ പറ്റുമല്ലേ. അങ്ങനെ ദിമ്പം ഘാട്ടിലേക്ക് എത്തി. ദിമ്പം ഘാട്ട് എന്ന് വെച്ചാൽ അത് വലിയൊരു ഫേമസ് ആയ സ്ഥലമാണ്. ഇവിടെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആൻഡ് കുറേ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ ഉണ്ട്. അത് പിന്നെ എലക്ഷൻ ടൈം ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തവണയാണ് അങ്ങോട്ട് പോയത്. ദിമ്പം ഘാട്ടെന്ന് വെച്ചാൽ ഞാനൊരു ഫോട്ടോ ഇടാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരു രാത്രി സമയത്താണ് നമ്മൾ ട്രാവൽ ചെയ്തത്. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഈ സ്ഥലം. ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നോക്കി കണ്ട് ചെയ്യണം. അതായത് ഈ ദിമ്പം ഘാട്ടിൽ 27 എയർപിൻ ബെൻഡ്സ് ഉണ്ട്. അത്രയ്ക്ക് വളവാണ് കേട്ടോ. 27 വളവാണ് കേട്ടോ അവിടെ ഉള്ളത്. നമ്മളിങ്ങനെ തിരിഞ്ഞ് പോകണം, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ദിമ്പമൊക്കെ കഴിഞ്ഞ ശേഷം സത്യമംഗലം ടൈഗർ റിസർവ് കിട്ടും, അനിമൽസിനൊക്കെ കാണാൻ കിട്ടും. നമ്മ പോകുമ്പോൾ നമുക്കും കാണാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആനനെ കണ്ടു, പിന്നെ കാട്ടുപന്നിയില്ലേ അതിനൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു. പക്ഷെ നോക്കി കണ്ടു പോകണം. ട്രാവൽ ചെയ്യുമ്പം കുറച്ച് പതുക്കെ ചെയ്താൽ നല്ലതാണ്. ഏർലി മോർണിംഗ് 3 o'clock മധുര എത്തി. എന്നിട്ട് ഒരു റൂമൊക്കെ എടുത്തു, ഫ്രഷപ്പായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. മോർണിംഗ് 8 o'clock അമ്പലത്തിൽ കയറി തൊയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇൻസൈഡ് ദ ടെമ്പിൾ വീഡിയോസ് ഫോട്ടോസ് നോട്ട് അലൗഡ്. ശരിക്കും ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1000 പില്ലറാണ് ഉള്ളത്, ഓരോന്നും ഓരോ ഡിസൈനിലാണ്. ആൻഡ് ഈ അമ്പലത്തിൽ 14 ഗോപുരമുണ്ട്, കളർഫുൾ സ്കൾപ്ചർ എല്ലാം. ഇത് അമ്പലത്തിൻ്റെ മോസ്റ്റ് ഫേമസ് ബ്യൂട്ടിയാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് വീഡിയോ ചെയ്യാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല. അമ്പലത്തിൻ്റെ ഇൻസൈഡ് ലോട്ടസ് പോണ്ട് ഉണ്ട് കേട്ടോ. അവിടെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ അവർ ഒരു ഫോട്ടോഗ്രാഫറിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് ഫോട്ടോ എടുത്തു തന്നത്. അതിനു വേണ്ട പൈസ നമ്മൾ കൊടുക്കണം. ഇത് പിന്നെ വളരെ പഴയ ടെമ്പിളാണ്, 2000 വർഷങ്ങൾക്ക് ഹിസ്റ്ററിയാണ് കേട്ടോ. എന്തായാലും വീഡിയോ അകത്ത് പിടിക്കാൻ പറ്റില്ല, പക്ഷെ പുറത്ത് പിടിക്കാമല്ലോ. അപ്പോൾ ആ വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തത്. ഇതോ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് മൊബൈലും ചെരുപ്പ് വെക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് ചെക്കിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദേവിനെ കാണാൻ പോവാം. ആള് കൂടുതലുണ്ടായാൽ 100 രൂപ കൊടുത്താൽ ടിക്കറ്റ് കിട്ടും. 500 രൂപ ടിക്കറ്റ് എടുത്താൽ വെരി ഫാസ്റ്റ് VIP ദർശനം കിട്ടും. പക്ഷെ നമ്മൾ പോയ ദിവസം വലിയ ആൾക്കാരൊന്നും ഉണ്ടായില്ല, റഷൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ജനറലിൽ തന്നെ പോയി കേട്ടോ. ഈ മീനാക്ഷി ദേവിയുടെ അമ്പലത്ത് ഉച്ചത്തെ ഭക്ഷണമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അത് കഴിക്കാൻ നിന്നില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുള്ള കൊണ്ട് നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകേണ്ടി വന്നു. അപ്പോൾ നമ്മളത് ഒഴിവാക്കി. അതല്ലാതെ 140 രൂപ കൊടുത്താൽ വേറൊരു പ്രസാദം കിട്ടും. അതിൻ്റെ അകത്ത് പലാവ് അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ ഉണ്ടാവും. ഒരു 4-5 വെറൈറ്റീസ് കിട്ടും കേട്ടോ. അടുത്തത് നമ്മൾ എങ്ങോട്ട് പോയിന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടാറ്റാ.